ഹലോ ഗൈസ്, ഈ കണ്ണാടിയും വെച്ച് എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ ഇന്നലെ മുതൽ എനിക്ക് നല്ല മൈഗ്രെയിനാണ് ഗൈസ്. ഇന്ന് മാളൂനൊരു എക്സാം ഉണ്ട് കൊല്ലത്ത്, അങ്ങനെ പോവാണ്. പിന്നെ പോണ വഴിക്ക് ഒരു അച്ചാർ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. മീനാക്ഷി കുറച്ച് അച്ചാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കാരണം അത് കുറച്ച് നാൾ മുന്നുള്ള വ്ളോഗാണ്. പിന്നെ ആ പോണ വഴിക്ക് കുറച്ച് ചെടി നോക്കാൻ വേണ്ടിയിട്ട് കയറി. ഇപ്പം എനിക്ക് ചെടിക്ക് ഭയങ്കര പ്രാന്താണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സാധനം ഇല്ല. പിന്നെ പോണ വഴിക്ക് കരിക്കൊക്കെ കുടിച്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ്ടായിരുന്നു എക്സാം സെൻറ്റർ. പിന്നെ പോണ വഴിക്ക് റംബൂട്ടാൻ വാങ്ങിച്ചു. കാരണം റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ ഗൈസ്, വെയിലത്തിറങ്ങി അപ്പം തല ഇങ്ങനെ വെട്ടിപ്പൊളക്കും. അങ്ങനെ മൈഗ്രെയിൻ സീനായിരുന്നു. പിന്നെ അവിടെ എത്തി. പിന്നെ നേരെ ഞങ്ങൾ അവളെയും കൊണ്ട് എക്സാം സെൻറ്ററിലാക്കി. എനിക്ക് 2-2.5 മണിക്കൂറാണ്ട് എടുത്തു. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കുറച്ച് നേരം കിടന്നുറങ്ങി. അതിനുശേഷം നേരെ ഞങ്ങളൊരു ബേക്കറി കയറിയിട്ടൊരു കോഫി കുടിച്ച്. കാരണം ഈ ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ മൈഗ്രെയിനുള്ളവർക്ക് അറിയാം ഭയങ്കര തലവേദനയാണ്. പിന്നെ ഇതാ കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് ബ്രൗൺ ഷുഗർ ഇട്ടാണ് കോഫി കുടിച്ചാൽ ഓക്കെ. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ മാള് വരുന്നേരം കുറേ നേരം ഒരു ബുക്ക് വായിച്ച്. ഇത് ജാപ്പനീസ് ഇക്കിഗായി എന്ന് പറഞ്ഞൊരു ബുക്കാണ് ഗൈസ്. ഇത് നിങ്ങൾ വായിച്ചു നോക്കണേ, ഭയങ്കര അടിപൊളി ബുക്കാണ്. സോ ഗൈസ്, ചച്ച ബൈ ബൈ.